മുസ്ലിം മത തീവ്രവാദികൾ പഹൽഗാമിൽ നടത്തിയ നരഹത്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നിട്ട് പാകിസ്ഥാനെ ജയ് വിളിക്കുകയും അവർക്ക് വേണ്ടി കോപ്പുകൂട്ടുകയും ചെയ്യുന്ന ഇന്ത്യൻ ജിഹാദികൾക്കും പണി പുറകെ വരുന്നുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഈ കീടങ്ങളെ മുച്ചൂടും ഒഴിവാക്കിയപ്പോൾ ഇന്ത്യ മാനുഷിക പരിഗണന നൽകി ഇവരുടെ എല്ലാ പൊട്ടത്തരങ്ങളും ക്ഷമിച്ച് ബാക്കി മതക്കാർ അടയ്ക്കുന്ന ടാക്സ് കൊണ്ട് ന്യൂനപക്ഷം എന്ന പേരിൽ പാലും പഴവും ഊട്ടി തിരിച്ചു കൊത്താൻ പാകത്തിന് വളർത്തിയെടുക്കുകയാണ്. അങ്ങേയറ്റം കേരളത്തിന്റെ ഇങ്ങേ മൂലയിൽ വഖഫിന്റെ പേരിൽ നടന്ന റാലി നോക്കിയാൽ മതിയാകും. അവർ ഇന്നാട്ടുകാർ കണ്ടിട്ടും കേട്ടിട്ടും പോലുമില്ലാത്ത മുസ്ലിം തീവ്രവാദികളെയാണ് തങ്ങളുടെ നേതാക്കളും മാർഗദർശികളുമായി ഉയർത്തിക്കാട്ടിയത്. അതായത് അവർക്ക് ഈ ഭീകരർ മറുനാടുകളിൽ നടത്തിവരുന്ന നരഹത്യയെ പ്രോത്സാഹിപ്പിക്കാനും അവ ഇവിടെ പിന്തുടരാനും യാതൊരു മടിയുമില്ലെന്ന് തുറന്നു കാണിക്കൽ. അതിനു മുമ്പ് ഇവർ ആനയുടെ പുറത്തും ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചു. ഹമാസ് പോലെ നരഹത്യ നടത്തുന്ന ഭീകര സംഘടനകളുടെ നേതാക്കളെ ലൈവിൽ വിളിച്ച് ഇക്കൂട്ടർ വലിയ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു. ന്യൂനപക്ഷം എന്ന പേരിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് ഇവർ ടാക്സ് കൊടുത്ത് കൊഴുപ്പിച്ചെടുക്കുന്നവരെ നോക്കി അവലും മലരും കുന്തിരിക്കവും വാങ്ങിവെക്കാൻ പറയുന്നു. എന്നാൽ ഒരു അറബ് രാജ്യത്തിനും ഇത്തരമൊരു തലവേദനയില്ല. ഇവരുടെ ഗീർവാണങ്ങൾ കേൾക്കുമ്പോൾ അറബികൾ ഇവരെ രണ്ടാം നിരക്കാരെന്ന് പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് തങ്ങളുടെ മതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവർ. അവരുടെയും മതത്തിന്റെയും വില കളയുന്നവരാണ് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും ഇക്കൂട്ടരോട് മൃദു സമീപനം കൈക്കൊണ്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അദ്ദേഹം ചൈനയെ പോലെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നവരുടെ കൈകളിലേക്ക് ഭരണമേൽപ്പിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇക്കൂട്ടരെ പോലെ ടാക്സ് അടച്ച് ഇവിടെ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു കൂട്ടർ മാത്രം കൊല്ലും കൊലയുമായി ഇറങ്ങുമ്പോൾ അത് എക്കാലവും ക്ഷമിച്ചിരിക്കാൻ എല്ലാവർക്കും ആകണമെന്നില്ല. ഇക്കൂട്ടരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നേരം വെളുത്ത് ഇരുട്ടുന്നതുവരെ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുകയും സ്ത്രീ ശരീരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി നിയമം പാസാക്കുകയും സ്വർഗത്തിൽ ചെന്നാൽ 72 ഹൂറിമാരെ കിട്ടുമെന്ന് പറഞ്ഞ് കൊല്ലിനും കൊലയ്ക്കും ഇറങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പൊട്ടൻ ചിന്താഗതികളുമായി നടക്കുന്ന ഒരു ജനസമൂഹത്തെ എത്ര കാലം സഹിക്കണം? ഇതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. കാരണം വരുന്ന തലമുറകളും ഇതേ പൊട്ടത്തരങ്ങൾ തന്നെ പഠിച്ചിറങ്ങുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം പൊട്ടത്തരങ്ങൾ പഠിപ്പിക്കാൻ സ്പെഷ്യൽ കോളേജുകളും ഉസ്താദുമാർക്ക് വേതനവും നൽകി വരുന്നു. അതിന്റെ പുരോഗതി കേരളത്തിൽ കാണാനുണ്ട്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു വിദ്വാൻ വന്നിരുന്ന് വാദിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ പോലെ ജീവിച്ചാൽ എന്താണെന്നാണ്. അന്നത്തെ സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചില്ലേ? ഇന്നത്തെ സ്ത്രീകൾക്ക് അങ്ങനെ ആയാൽ എന്താ? എന്നാൽ ഇപ്പോഴത്തെ സൃഷ്ടികളായ ഫോണും മൈക്കും സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് ഈ വിദ്വാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നവരുടെയും ഉസ്താദുമാരുടെയും വിദ്യാഭ്യാസ യോഗ്യത തിരക്കിയാൽ മനസ്സിലാകുന്നത് ഇവർ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആർജിച്ചിരിക്കുന്നത് മതവിദ്യാഭ്യാസമാണ്. ഇതാണ് പാകിസ്ഥാന്റെ പരാജയത്തിനും കാരണം. ഇവിടെയുള്ള തലമുറയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നടത്തുന്നത് മതപഠനമാണ്. അതുകൊണ്ട് ആ രാജ്യത്തിന് മത തീവ്രവാദികളെ പന പോലെ വളർത്തിയെടുക്കാം എന്നതിൽ കവിഞ്ഞ് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രാജ്യം ലോകം അറിയപ്പെടുന്ന വിധത്തിൽ ആഗോള ഭീകരരെ കയറ്റി അയക്കുന്ന ഹബ്ബായി. എന്നിട്ട് ഈ രണ്ടാം തരക്കാർ അറബികളെയും മതം പഠിപ്പിക്കാൻ മുതിരുകയും അവർ കിതാബിലെ പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനും മുതിരുന്നു എന്നതാണ് ഇതിലെ വിരോധാഭാസം. ഏതായാലും അവരുടെ സഹനത്തിനും പരിധി കണ്ടു. ഈയിടെ സോഷ്യൽ മീഡിയയിൽ അറബികൾ ഈ രണ്ടാം തരക്കാരുടെ കാണിച്ചു കൂട്ടലുകളെ കളിയാക്കി വീഡിയോകൾ പരസ്യമായി ചെയ്തിടാൻ തുടങ്ങി. ഇതുകൂടാതെ മറ്റു രാജ്യങ്ങളോട് ഇത്തരക്കാരെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്ന് ഉപദേശിക്കാനും തുടങ്ങി. കാരണം ഈ റാഡിക്കലുകൾ മതത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ കൊണ്ട് അറബികൾക്ക് തന്നെ തല ഉയർത്തി നടക്കാൻ വയ്യുന്ന വിധത്തിലായിരിക്കുന്നു. ഒരു അറബ് രാജ്യവും ഈ റാഡിക്കലുകളെ തങ്ങളുടെ രാജ്യത്തിന്റെ 4 അയലത്ത് അടുപ്പിക്കില്ല. ഇപ്പോൾ അവർ തന്നെ ഈ ജിഹാദികൾക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് പരസ്യ പിന്തുണയും നൽകി തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം ഇതൊരു പൊതുവിപത്തായി മാറിയിരിക്കുകയാണ്.